നമ്മുടെ രാജ്യത്ത് പല വസ്തുക്കൾക്കും വില കൂടുന്നുണ്ടെങ്കിലും നമ്മുടെ നിത്യജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിലക്കയറ്റം ഇവിടെയുള്ള പെട്രോൾ ഡീസൽ വിലക്കയറ്റമാണ്. വണ്ടികളിൽ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വർധനവ് മാത്രമല്ല നമ്മളെ ബാധിക്കുന്നത് എന്നതാണ് ഇന്ധന വിലക്കയറ്റത്തിൻ്റെ പ്രത്യേകത. നമ്മൾ അനുഭവിക്കുന്ന പല വിലക്കയറ്റങ്ങളുടെയും മൂല കാരണം ഇന്ധന വിലക്കയറ്റമാണ് എന്നതാണ് ഇന്ധന വില കൂടുന്നത് പൊതുജനത്തെ ഇത്രമാത്രം ബാധിക്കാനുള്ള പ്രധാന കാരണം. എന്തായാലും ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇന്ധന കമ്പനികൾ കുറയ്ക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇന്ധന കമ്പനികൾക്ക് അവരുടെ നഷ്ടം കുറയ്ക്കാനായതോടെയാണ് വില കുറയ്ക്കാനായി തയ്യാറെടുക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ സൂചിപ്പിച്ച് ANI റിപ്പോർട്ട് ചെയ്യുന്നത്. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ക്രൂഡ് ഓയിൽ വില കാര്യമായി കുറഞ്ഞപ്പോഴും നഷ്ടം നികത്താൻ എന്ന പേരിലാണ് എണ്ണ കമ്പനികൾ വില കുറയ്ക്കാതിരുന്നത്. വില പിടിച്ചു നിർത്താനായി എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OPEC ഉൽപ്പാദനം വെട്ടിക്കുറച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും അതൊന്നും എണ്ണ വിതരണത്തെ ബാധിക്കില്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനാലാണ് ഇത്. റഷ്യയിൽ നിന്ന് വൻ വിലക്കുറവിലാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില വൻതോതിൽ ഉയർന്നപ്പോഴും ഇവിടെ വില കൂടാതിരുന്നതിൻ്റെ പ്രധാന കാരണവും ഇതായിരുന്നു. ലോകത്തെ മുൻനിര എണ്ണ കയറ്റുമതി രാജ്യമായ സൗദി അറേബ്യ അടുത്ത മാസം മുതൽ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിദിനം 10 ലക്ഷം ബാരലാണ് കുറയ്ക്കുക. ഇത് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂട്ടിയേക്കും എന്ന ആശങ്ക ഉയർത്തിയിട്ടുമുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇന്ധന വിലയിൽ 1 രൂപയുടെ കുറവുണ്ടായാൽ പോലും അത് വളരെ വലിയ അനുഗ്രഹമാണ്. നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ധന വില നല്ല രീതിയിൽ തന്നെ കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.